നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. നോർത്തേൺ അയർലൻഡ് വഴി അയർലൻഡിലേക്ക് അഭയാർത്ഥികൾ കടക്കുന്നുവെന്ന് അയർലൻഡ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി. UK-യിൽ നിന്നും അഭയം തേടുന്നവരെ തിരികെ UK-യിലേക്ക് അയക്കുന്നതിനായുള്ള അയർലൻഡ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നതായി വടക്കൻ അയർലൻഡുമായുള്ള അതിർത്തിയിലൂടെയുള്ള കടന്നുകയറ്റത്തിനെക്കുറിച്ച് ബ്രോഡ്കാസ്റ്റർ RTE ഞായറാഴ്ച പറഞ്ഞു. UK-യിൽ അഭയം തേടുന്നവരിൽ 80% പേരും UK-യുടെ ഭാഗമായ നോർത്തേൺ അയർലൻഡിന്റെ അതിർത്തിയിലൂടെ വന്നതാണെന്ന് കണക്കാക്കുന്നു. അയർലൻഡിലെ മൈഗ്രേഷൻ സിസ്റ്റത്തിന്റെ സമഗ്രത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തനിക്ക് വളരെ വ്യക്തമാണെന്ന് അയർലൻഡിന്റെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസിന്റെ വക്താവ് പറഞ്ഞു. അനധികൃത കുടിയേറ്റ വിഷയത്തിൽ സർക്കാരിന്റെ നയങ്ങളുടെ വിജയമാണിതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. UK ആരംഭിച്ച ഈ പുതിയ നയം ഇനി പല വികസിത രാജ്യങ്ങളും പിന്തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മെയ് 25-ന്. മുഖ്യ അതിഥിയായി എത്തുന്നത് മേയർ ഇമെറിറ്റസ് കൗൺസിലർ ടോം ആദിത്യ. ബ്രിസ്റ്റോളിലും സമീപ പ്രദേശങ്ങളിലുമായി കഴിയുന്ന പഴയകാല മലയാളി കുടിയേറ്റ സമൂഹത്തിനു പുറമെ പുതിയ കുടിയേറ്റക്കാരെയും അണിനിരത്തി പുതിയ സംഘടനയായ ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മെയ് 25-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ബ്രിസ്റ്റോൾ ട്രിനിറ്റി അക്കാദമി ഹാളിൽ വെച്ച് നടക്കും. കുടുംബ, സാംസ്കാരിക, വിദ്യാഭ്യാസ, കുടിയേറ്റ രംഗങ്ങളിൽ മലയാളി സമൂഹത്തിന് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുകയാണ് BMAയുടെ ലക്ഷ്യം. ഉദയം എന്ന പേര് നൽകിയിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടന ദിവസം തന്നെ ഇമിഗ്രേഷൻ മുതൽ മോർഗേജ് വരെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ പ്രത്യേക സെഷനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോസ്റ്റ കോഫി വില 13% വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. കോസ്റ്റയുടെ ചില ഹോസ്പിറ്റൽ കഫേകളിൽ കാപ്പിയുടെ വില 13% വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. UK-യിലെ 94 ഹോസ്പിറ്റലുകളിൽ കോസ്റ്റയുടെ ഔട്ട്ലെറ്റുകളുണ്ട്. സൺ നടത്തിയ അന്വേഷണത്തിലാണ് കോഫിയുടെ വില 45 പെൻസ് വരെ വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയത്. രക്തസാമ്പിളുകൾ കൊണ്ടുപോകാൻ ഗൂഗിൾ ഡ്രോണുകൾ ഉപയോഗിക്കാൻ NHS. ലണ്ടൻ ഹോസ്പിറ്റലുകളിൽ നിന്നും രക്തസാമ്പിളുകൾ അയക്കുന്നതിന് ഗൂഗിളിന്റെ ഓട്ടോണോമസ് ഡ്രോണിന്റെ ടെക്നോളജി NHS ഉപയോഗിക്കും. മെഡിക്കൽ പരിശോധനകൾ വേഗത്തിലാക്കുന്നതിനായി ആൽഫബറ്റിന്റെ ഉടമസ്ഥതയിലുള്ള വിങ് എന്ന ഡ്രോൺ ഓപ്പറേറ്ററെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ 58 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 9 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. നിലവിൽ ബൈസൈക്കിൾ കൊറിയർ വഴി ഒരു ദിവസം 2 പ്രാവശ്യമാണ് പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ കൊണ്ടുപോകുന്നത്. ജൂലൈയിൽ ആരംഭിക്കുന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഡെലിവറി 6 മാസം നീണ്ടുനിൽക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പരീക്ഷണം വിജയിച്ചാൽ ഈ സംവിധാനം സ്ഥിരമായി തുടരും. വിശ്വാസ വോട്ടുകൾ നേരിടുന്നതിനു പകരം സ്കോട്ട്ലൻഡിന്റെ ആദ്യ മന്ത്രിസ്ഥാനം ഒഴിയാനാണ് ഹംസ യൂസഫ് ആലോചിക്കുന്നതെന്ന് BBC ന്യൂസ്. രാജി ഇപ്പോൾ ഒരു ഓപ്ഷനാണെന്നും എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും യൂസഫുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കോട്ടിഷ് ഗ്രീൻസുമായുള്ള SNPയുടെ എഗ്രിമെന്റ് അവസാനിപ്പിച്ചത്. പ്രധാന പാർട്ടികളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസറും MSPമാരും അടങ്ങുന്ന പാർലമെന്ററി ബ്യൂറോ ഈ ആഴ്ച വോട്ടെടുപ്പ് എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കും. ബ്യൂട്ട് ഹൗസ് എഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഗ്രീൻസുമായുള്ള എഗ്രിമെന്റ് ഒഴിവാക്കിയത് ഫോർമർ പാർട്ട്നേഴ്സിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ പ്രഥമ മന്ത്രിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ MSPകൾക്ക് 28 ദിവസത്തെ സമയം ലഭിക്കും. അല്ലെങ്കിൽ ഒരു സ്കോട്ടിഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തുടക്കമിടും. UK-യിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ ഈ വർഷം 3G സ്വിച്ച് ഓഫ് ചെയ്യുന്നു. വർഷാന്ത്യത്തോടെ 3G നെറ്റ്വർക്ക് ബ്രിട്ടനിൽ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകളും 70 ലക്ഷത്തോളം സ്മാർട്ട് മീറ്ററുകളും ഉപയോഗശൂന്യമാകും. വേഗതയേറിയ 4G, 5G നെറ്റ്വർക്കുകൾക്ക് വേണ്ടി 3G നെറ്റ്വർക്കുകൾ നിർത്താൻ ഒരുങ്ങുകയാണ്. മൊബൈൽ ഫോണിലൂടെ ഇന്റർനെറ്റും വോയിസ് സർവീസുകളും ലഭ്യമാക്കിയിരുന്ന 3G നെറ്റ്വർക്കുകൾ 2000-ന്റെ പകുതിയിലാണ് ആദ്യമായി പ്രവർത്തനക്ഷമമായത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഭൂരിഭാഗം സ്മാർട്ട് മീറ്ററുകളും പ്രവർത്തിക്കുന്നത് O2 സെല്ലുലാർ നെറ്റ്വർക്കിലാണ്. അതിനാൽ തന്നെ 3G നിർത്തലാക്കുന്നത് മൊബൈൽ കണക്ഷനുകളോടൊപ്പം തന്നെ ഏകദേശം 7 ദശലക്ഷം സ്മാർട്ട് മീറ്ററുകളെയും ബാധിക്കും. ദുർബലമായ പാസ്വേഡുകളുള്ള ഉപകരണങ്ങൾ UK-യിൽ നിരോധിക്കും. അഡ്മിൻ അല്ലെങ്കിൽ 1, 2, 3, 4, 5 പോലെയുള്ള ദുർബലമായ പാസ്വേഡുകളുമായി വരുന്ന സാങ്കേതിക വിദ്യ എല്ലാ സ്മാർട്ട് ഉപകരണങ്ങളും മിനിമം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന പുതിയ നിയമങ്ങൾ പ്രകാരം UK-യിൽ നിരോധിക്കും. ഹാക്കിങ്ങിൽ നിന്നും സൈബർ ആക്രമണങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി അറിയിച്ചു. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം UK-യിൽ സ്മാർട്ട് ഗാഡ്ജറ്റുകൾ വിൽക്കണമെങ്കിൽ നിർമ്മാതാക്കൾ കർശനമായ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. ഇന്റർനെറ്റുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബേബി മോണിറ്ററുകൾ, ടെലിവിഷനുകൾ, സ്പീക്കറുകൾ എന്നിവ പോലുള്ള ഉപകരണങ്ങൾക്ക് ചുറ്റും മികച്ച സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ UK-യുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഉൽപ്പന്ന സുരക്ഷ, ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഭരണകൂടത്തിന്റെ ഭാഗമായാണ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്.
യുകെയിൽ കാർ ഇൻഷുറൻസിൽ വർധനവ് വന്നതായി റിപ്പോർട്ടുകൾ. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഷുറേഴ്സിന്റെ കണക്കുകൾ പ്രകാരം കാർ ഇൻഷുറൻസിന്റെ ശരാശരി ചിലവ് ഒരു വർഷത്തിൽ 1/3 വർദ്ധിക്കുന്നതായി കണ്ടെത്തി. 2023 ആദ്യ പകുതിയിൽ ശരാശരി പ്രീമിയം £478 ആയിരുന്നുവെങ്കിൽ 2024 അത് £635 ഉയർന്നിരിക്കുന്നത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, മോഷണം നടക്കുന്നത് മൂലമുള്ള ചിലവുകൾ, റീപ്ലേസ് ചെയ്യുക തുടങ്ങിയ ചിലവുകൾ കൂടി വരുന്നതാണ് കാർ ഇൻഷുറൻസ് പോളിസി കൂടാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം വിറ്റഴിച്ച 28 മില്യൺ പോളിസികളും ക്ലെയിമുകളും വിലയിരുത്തിയാണ് വിശകലനം പുറത്തുവിട്ടിരിക്കുന്നത്. മോട്ടോർ ഇൻഷുറൻസിന്റെ ചെലവുകൾ കുറയ്ക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് ഫെബ്രുവരിയിൽ ABI ചർച്ചകൾ നടത്തിയിരുന്നു. ഇൻഷുറൻസിന്റെ ചെലവ് കൂടിയതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ ഏജന്റുമായി സംസാരിക്കാനാണ് ABI ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.